എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല വന്നിരിക്കുന്നത്. ഇതിപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പുറത്തെവിടെയോ പോയതാണെന്ന്. പുറത്തെങ്ങും പോയതല്ല, ഹസ്ബൻഡിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോൾ ഓർത്ത് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കണമല്ലോ. ഇപ്പോൾ കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല, എന്നാലൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വെച്ചു. അങ്ങനെ നിങ്ങളെയൊക്കെ ഇവിടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇത് കോട്ടയം പട്ടണമാണ് കേട്ടോ. അതിമനോഹരമായൊരു പട്ടണമാണ് ഞങ്ങളുടെ കോട്ടയം പട്ടണം. അപ്പോൾ അത് എടുക്കാമെന്ന് ഇന്ന് അതാകട്ടെ എൻ്റെ വിശേഷമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളിവിടെ കോട്ടയം തിരുനക്കര മൈതാനത്തിൽ വന്ന് ബസ് ഇറങ്ങി. പഴയ ബസ് സ്റ്റാൻഡ് എന്ന് പറയും, തിരുനക്കര ബസ് സ്റ്റാൻഡ്. ഇവിടെ വന്ന് ബസ്സിന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. ഈ ഊഞ്ഞാൽത്തൊട്ടിലൊക്കെ കണ്ടോ, അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ചായയൊക്കെ കുടിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് വെച്ച് വീട്ടിൽ നിന്നൊന്നും കഴിക്കാതെ ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ വന്ന് കയറി. ഈ സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ളതാണ്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ്. ഞങ്ങളെപ്പോൾ വന്നാലും ഇവിടെ വന്നാണ് ഫുഡ് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നത്. രാവിലെ കഴിച്ചിട്ട് പോരാനുള്ള സമയം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ കൈയൊക്കെ കഴുകിയിട്ട് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞങ്ങളുടെ ഫുഡിങ് വന്നു. 2 മസാല ദോശയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. അടിപൊളി മസാല ദോശ, ഇവിടുത്തെ മസാല ദോശ കേട്ടോ. ഞങ്ങൾ കോട്ടയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ കയറി കഴിച്ചിട്ടേ എവിടെയെങ്കിലും പോകാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2 മസാല ദോശയൊക്കെ ഓർഡർ ചെയ്തു. വെള്ളമൊക്കെ ഞാൻ കുഴിച്ച് തന്നു. ആ ചേട്ടനങ്ങ് പോയി. ഞങ്ങൾ കഴിക്കുവാണേ. ഇവിടുത്തെ ഈ ഉഴുന്നുവടയൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. അടിപൊളി ഭക്ഷണം ഇവിടുത്തെ. നിങ്ങൾ വരുവാണെങ്കിൽ, കോട്ടയത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഒന്ന് കയറി കഴിക്കണേ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളോട് നല്ല സഹകരണമാണ് കേട്ടോ. നല്ല ഫുഡാണ് ഇവിടെ. ഇതാണ് ഹോട്ടലിൻ്റെ പേര്, ആര്യ ഭവൻ. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തേണ്ട ഈ വഴിയരിയിൽ അവിടെ തന്നെ അതിൻ്റെ വാതിൽക്കലത്തെ പാവയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ള ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ പപ്പ ഓടിച്ചെന്ന് ബസ് അവിടെ ഉണ്ടെന്ന് എന്നോട് പറയാം, വേഗം വാ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിക്കുക. അങ്ങനെ ഞങ്ങൾ ഇന്ന് ബസ്സേ കയറി. അത് കാരിത്താസിനുള്ള ബസ്സാണ്. കാരിത്താസ് ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഞങ്ങളങ്ങനെ കാരിത്താസ് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ഇതാണ് ആ റൗണ്ടാന എന്ന് പറയുന്നത് നമ്മുടെ. ഇത് നല്ലൊരു സംവിധാനമാണ് കേട്ടോ. നല്ല കണ്ടോ, ഇവിടെ ഒരു ട്രാഫിക്കിൻ്റെ ആവശ്യമില്ല. 4 വഴികൾ വന്ന് സംഗമിക്കുന്ന സ്ഥലമാണ് ഇത് കണ്ടോ. നല്ല മനോഹരമായൊരു സിറ്റുവേഷൻ ഇവിടെ. അവിടുന്ന് ഞങ്ങൾ നേരെ പോവുക, കാരിത്താസിന് പോവുക. ഇവിടെ ഒരു ട്രാഫിക് പോലീസൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളുടെ വണ്ടി ഇവിടെ ഒന്ന് നിർത്തി. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് യാത്രയായി. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിലേക്ക് കയറിപ്പോൾ ഇവിടെ കടകളൊക്കെ അടഞ്ഞു കിടക്കുക. ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എന്നാൽ കയറി ടോക്കണൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ടോക്കണൊക്കെ എടുത്തു. ഡോക്ടറെ കാണാനായിട്ട് ഞങ്ങൾ ഡോക്ടർ ഇരിക്കുന്നിടത്തോട്ട് പോകുക. ഞങ്ങൾ പോയി ഡോക്ടറെയൊക്കെ കണ്ട് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റി. അത് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു മനോഹരമായ കാഴ്ച കണ്ടോ. ചെടികളൊക്കെ നിൽക്കുന്നത് നല്ല ഭംഗിയില്ലേ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ വീഡിയോ കൊണ്ട് നമുക്ക് എടുക്കാമെന്നും പറഞ്ഞ് അതിൻ്റെ ചെടിയുടെ വീഡിയോ ഒക്കെ എടുത്ത് നല്ലൊരു അന്തരീക്ഷം ഇവിടെ നിന്നിട്ട്. ഹോസ്പിറ്റലില്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു മനോഹാരിത കാണാതിരിക്കുമോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ വാതിൽക്കൽ വഴിയരികിൽ ഈ പച്ചക്കറി വിത്തൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇച്ചിരി ചീരേരിയൊക്കെ വാങ്ങിക്കണം തിരിച്ച് വരുമ്പോഴെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിവിടെ കയറി ചീരേരിയും വാങ്ങി. ഇതൊരു പാക്കറ്റിന് 20 രൂപയേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ചീരേരി മതി, നമുക്ക് ഗ്രോ ബാഗിനകത്ത് പാകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചീരേരിയും വാങ്ങി. പിന്നെ ഞങ്ങൾ തക്കാളിയുടെ അരിയും വാങ്ങി. ഉണ്ടോ, നാടൻ മത്ത, കൗമുദി, പടവലം, അങ്ങനെ ഒരുപാട് വെറൈറ്റി പച്ചക്കറി വിത്തുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പാക്കറ്റ് ചീരയുടെ അരിയും വാങ്ങി. പിന്നെ ഒരു വെണ്ടയുടെ അരിയും വാങ്ങി. തക്കാളിയുടെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങി. ആ ചേട്ടനും സന്തോഷമായി. ചേട്ടൻ ആ വള്ളിപ്പയറിൻ്റെയൊക്കെ വിത്തെടുത്ത് ഞങ്ങളെ കാണിക്കുക അത് വാങ്ങിക്കാൻ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വള്ളിയൊന്നും വീശാനുള്ള സൗകര്യമില്ല. അങ്ങനെ ഞങ്ങളതൊക്കെ വാങ്ങി തിരികെ പോന്നു. തിരികെ വന്ന് നാഗമ്പട സ്റ്റാൻഡിൽ വന്ന് ഞങ്ങൾ ബസ് കയറി. ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് ഇത്. കേട്ടോ, നാഗമ്പട സ്റ്റാൻഡിൽ ബസ്സൊക്കെ വന്ന് കിടക്കുന്ന കണ്ട.
എത്ര നല്ല ഭംഗിയുണ്ടല്ലേ. ബസ്സൊക്കെ നല്ല കറക്റ്റായിട്ട് കൊണ്ട് അതാത് സ്ഥാനത്ത് കൊണ്ട് കയറ്റിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഞങ്ങളുടെ സെൻറ്റ് മേരി, സെൻറ്റ് തോമസും ഒക്കെ ഇവിടെ കിടപ്പുണ്ട്. ചമ്പക്കര പേര് കേൾക്കുമ്പോൾ അറിയാമല്ലോ, ചമ്പക്കര ബസ് ഓടാത്ത വഴികളൊന്നും ഇല്ല. സാൻ ജോസ്, അങ്ങനെ സുപരിചിതമായ ഞങ്ങളുടെ ബസ്സുകളൊക്കെ ഈ സ്റ്റാൻഡിൽ കിടപ്പുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി പോകുക. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുക. ഇവിടെയൊക്കെ കണ്ടോ, പിന്നെ ആ മൈതാനം പോലെ കണ്ടോ, ഈ സർക്കസൊക്കെ വരുമ്പോഴും ഫ്ലവർ ഷോ വരുമ്പോഴും ഒക്കെ ഈ മൈതാനത്താണ് അത് കൂടാരം കിട്ടുന്നതും ഫ്ലവർ ഷോ കാണിക്കുന്നതൊക്കെ ഇതിനകത്താണ്. മിക്കവാറും കാണും അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ആ ഗ്രൗണ്ടിൽ കാണും. അങ്ങനെ ഞങ്ങൾ അവിടെ വിട്ടു പിന്നെയും മുന്നോട്ട് പോകുക. ഇവിടെയൊക്കെ നല്ല മനോഹരമായ കാഴ്ചകളുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉള്ള ചിൽഡ്രൻസ് പാർക്കും ഒക്കെ ഉണ്ട് ഇവിടെ. ഈ കുട്ടികളെയും കൊണ്ടൊക്കെ മിക്കവാറും എല്ലാവരും സമയമുള്ളപ്പോഴൊക്കെ ഇവിടെ വന്ന് ഈ ചിൽഡ്രൻസ് പാർക്കിലൊക്കെ കൊണ്ടുവരാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് തരണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓളൊന്നൊരു ഓപ്ഷൻ വരും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ എൻ്റെ കറ്റാർ വാഴ എന്നാൽ ഇന്ന് ഏതായാലും വെറുതെ ഇരിക്കുമല്ലേ, കറ്റാർ വാഴയൊക്കെ ഒന്ന് പരിചരിച്ചേക്കാമെന്ന് വെച്ച് അതിൻ്റെ ചപ്പും കാടും ഒക്കെ ഒന്ന് പറിച്ച് കളയുക. എനിക്കൊരു 5-6 മൂട് കറ്റാർ വാഴയുണ്ട്. എനിക്ക് സോപ്പ് മേക്കിൻ്റെ ഒക്കെ പരിപാടിയുണ്ടെന്ന്. അങ്ങനെ വന്നപ്പം കറ്റാർ വാഴ ഇതിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ഞാൻ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിന് ഞാൻ പ്രത്യേകിച്ച് വളമെന്ന് പറയാനായിട്ട് ഈ മുട്ടത്തോടാണ് ഇടുന്നത്. പിന്നെ നമ്മുടെ ചായപ്പൊടിയില്ലേ, ചായ അനത്തി കഴിയുമ്പം വരുന്ന ആ പൊടിയില്ലേ, അത് ഞാൻ ഇതിനകത്ത് ഇടാറുണ്ട്. പിന്നെ ഉള്ളിത്തൊലിയൊക്കെ നല്ലതാണ്. പിന്നെ പഴത്തൊലി, അതൊക്കെ ഇതിന് നല്ല വളമാണ്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എന്നും വെള്ളം ഒഴിക്കും. ഞാൻ അങ്ങനെ പരിപാലിക്കുന്നത് കൊണ്ടാണ് ഈ കറ്റാർ വാഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. കറ്റാർ വാഴ നമുക്ക് പല ഉപയോഗത്തിൻ്റെ എണ്ണ മുറുക്കാനും മുടി വളരാനും ഒക്കെ നല്ലതാണ് കറ്റാർ വാഴ. അതുപോലെ തന്നെ മുഖത്ത് ഇതിൻ്റെ കറ്റാർ വാഴയുടെ ജെല്ലെടുത്ത് മുഖത്തൊക്കെ തേച്ചാൽ മുഖമൊക്കെ നല്ല നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കും. കൊച്ചു പിള്ളേർക്കൊക്കെ കേട്ടോ, കൊച്ചു പിള്ളേർക്കെന്നല്ല നമുക്കും അത് നല്ലതാണ്. പിന്നെ എൻ്റെ കരിയാപ്പാണിത്. ഞാനൊന്ന് കാണിച്ചിട്ടുള്ളതാണെങ്കിലും അന്നിത് ചെറുതായിരുന്നു, തീരെ ചെറുതായിരുന്നു. ഇപ്പോൾ ഒരല്പം കൂടി വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നത്, ഇനി ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കുന്നില്ല. ഇതിന് ഞാൻ ചേർക്കുന്നത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ പഴങ്കഞ്ഞിവെള്ളം വരുമല്ലോ, രാത്രി നമ്മൾ ചോറ് വെച്ചിട്ട് രാവിലെ പഴങ്കഞ്ഞിവെള്ളം വരുന്നതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നീട്ടിയിട്ട് ഞാനിതിൻ്റെ ചുവട്ടിൽ കൊണ്ടൊഴിക്കും. പിന്നെ ഈ ഉള്ളിത്തൊലിയൊക്കെ ഇതിനിടും ഞാൻ. പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റുകളെല്ലാം ഇതിനകത്ത് കൊണ്ടിടും. പിന്നെ ഇറച്ചി മീനൊക്കെ കഴുകുന്നതിൻ്റെ വെള്ളം അതൊക്കെ ഇതിനകത്ത് ഒഴിക്കും. ഇതൊക്കെ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വളം. പക്ഷേ കരിയാപ്പ് നന്നായിട്ട് വളരും നമ്മൾ അതുപോലെ അതിനെ പരിചരിച്ചാൽ. കണ്ടോ, നല്ല ഭയങ്കര ഉണക്കാണ് നമുക്കിവിടെ. പക്ഷേ നമ്മുടെ കരിയാപ്പിൻ്റെ കളറൊക്കെ കണ്ടോ, നമ്മൾ നോക്കുന്നത് പോലെ ഇരിക്കും ഇതിൽ നിന്നൊക്കെ ഉള്ള ഇല പറിക്കാനൊക്കെ പറ്റുന്നത്. അതൊരു പുഴുവോ പുഴുക്കുത്തലോ ഒന്നുമില്ല. നന്നായിട്ടിത് ഞാൻ പരിചരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഇതായിട്ട് തന്നെയാണ് ഈ കരിയാപ്പ് നിൽക്കുന്നത്. ഇതിൻ്റെ ഇല കണ്ടോ, ഞാൻ ഇതിൽ നിന്ന് എന്ന് വില എടുക്കുന്നത്. പക്ഷെ ഒരു കുഴപ്പവുമില്ല. ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഇതിനെന്താ വളമൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഈ ചെടി കണ്ടോ, ഇത് കണ്ടോ, ഈ ചെടിയുടെ പേര് നിങ്ങൾക്കറിയാമോ? ഞാനിതിനെ കള്ളിമുൾ ചെടി എന്നൊക്കെയാണ് പറയുന്നത്. പണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഒരു കള്ളിമുൾ ചെടി. ഇത് കള്ളിമുൾ ചെടിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കള്ളിമുൾ ചെടി എന്നാണ് ഞാനിതിന് പറയുന്നത്. പിന്നെ ചെറിയ ചെറിയ തുളസിക്കതിരും ഒക്കെ ഇവിടെ നിൽപ്പുണ്ട്. തുളസി വേറെ എനിക്ക് ഒത്തിരി ഉണ്ട്. പക്ഷേ ഇത് ഞാനിങ്ങനെ ചെറിയ ചെറിയ കായ ഉണ്ടാകുമ്പോൾ അത് ആ നിൽക്കുന്നിടത്തിട്ട് തന്നെ ഇതുപോലെ അങ്ങ് ഇടും. അപ്പോൾ അതവിടെ കിടന്ന് കിളുത്ത് കയറി വരും. അങ്ങനെ തുളസിക്കാട് തന്നെയുണ്ട് എൻ്റെ വീടിൻ്റെ ഒരു സൈഡ്. പിന്നെ ഇത് കണ്ടോ, പനിക്കൂർക്ക. അത് കൊച്ചു പിള്ളേരൊക്കെ ഉള്ളിടത്തൊക്കെ ഈ പനിക്കൂർക്ക അത്യാവശ്യമാണ്. അത് ജലദോഷമോ പനിയോ തുമ്മലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പനിക്കൂർക്കയൊക്കെ തിരുമ്മി ഒന്ന് ഇറുകെ തേക്കുകയും പിന്നെ ഇത് ഇല വെന്ത് വെള്ളം കുളിക്കുകയൊക്കെ ചെയ്യാൻ നല്ലതാണ്. ഇതുണ്ട് എൻ്റെ കറ്റാർ വാഴ. ചൂടൊക്കെ ശ്രദ്ധിക്കാൻ സമയമില്ലാതെ പുല്ലെല്ലാം കയറി കിടക്കുക. ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കാനായിട്ട് കറ്റാർ വാഴ മുറിച്ചെടുക്കുന്നത്. ഭയങ്കര വെയിലാണ് ഇത് നിൽക്കുന്നിടവേ. അത് കാരണം ഇതിന് ഈ മഞ്ഞ കളർ. ഈ തണുപ്പുള്ള സ്ഥലത്ത് നിന്നാലേ ഇലയ്ക്ക്
ഹരിതകം കിട്ടത്തുള്ളൂ. ഈ പച്ച നിറം കൊടുക്കുന്നത് ഈ തണുപ്പത്ത് നിൽക്കണമല്ലോ. സൂര്യപ്രകാശത്തിൽ നിന്ന് കഴിഞ്ഞെന്ന പച്ച കളറ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതിന് ഈ മഞ്ഞ കളറ്. പിന്നെ മുട്ടത്തോടെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിനൊക്കെ വളമാക്കുന്നത്. പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ്, ഉള്ളിത്തൊലി മെയിനാണ് കേട്ടോ. നമ്മൾ കളയുന്ന ഈ ഉള്ളിത്തൊലിയൊക്കെ കൊണ്ടുപോയിട്ട് ഇത് ചീഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊക്കെ നല്ല വളമാണ്. അത് ഏത് ചെടിക്കാണെങ്കിലും കറ്റാർവാഴ ഇതുപോലെയുള്ള കരിയാപ്പ് അതിനൊക്കെ ഞാനതാണ് ചേർക്കുന്നത്. ഉണ്ടോ, ഇതൊക്കെ ചെറുതാണ്. പിന്നെ ഇതിനകത്ത് കുറേ കുട്ടിക്കറ്റാർവാഴയൊക്കെ ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, ഇതിനകത്ത് പൊട്ടി കിളുത്ത് വരുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. ഇത് നമ്മളൊക്കെ വീട്ടിൽ വളർത്തിയാൽ നല്ലതാണ്. നമുക്ക് എണ്ണ മുറുക്കാനും സോപ്പിനും മുഖത്ത് തേക്കുന്നതിനും എല്ലാത്തിനും നല്ലതാണ് ഈ കറ്റാർവാഴ കേട്ടോ. കറ്റാർവാഴയൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നോക്കുക എല്ലാവരും. കറ്റാർവാഴ ഈ കടകളിലൊക്കെ വിൽക്കാൻ കിട്ടും. ഇതിനിപ്പോൾ എനിക്ക് ഇതിനകത്തുനിന്നെല്ലാം പറിച്ച് നടണം. മറ്റൊരു പാത്രത്തിലേക്ക് പറിച്ചിട്ട് ഇത് നടണം. കണ്ടോ, ഇതിനകത്തൂടെ ചെറുതായിട്ടെല്ലാം പൊട്ടി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ ഈ ചെറിയ ഈ പാത്രത്തിൽ വെച്ചിരുന്ന മാവും തൈ അതുപോലുള്ള തൈ വെച്ചതാണ് ഈ വലിയ മാവ് കാണുന്നത് കേട്ടോ. ഇതിനകത്ത് ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ ചെടിച്ചട്ടിക്കകത്തിരുന്ന ചെറിയ മാവും തൈ വാങ്ങിയപ്പോൾ മാങ്ങയുടെ ഇത് ഞാൻ പാകി കിളിപ്പിച്ചിട്ട് നട്ട മാവായത്. ഇതുപോലൊക്കെ നിങ്ങളും ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. കണ്ടോ, പഴുത്തൊലിയൊക്കെ ഇതിനിടുന്നത് നല്ലതായി. കറ്റാർവാഴയ്ക്ക് നല്ല തണുപ്പും കിട്ടും. ഇത് നല്ല വളമായി പഴുത്തൊലി. കണ്ടോ, ഈ ചെറിയ മാവ് കണ്ടോ, ഇതുപോലെ ഞാൻ വളർത്തിയ മാവാണ് ഇപ്പോൾ ആ മാങ്ങായായിട്ട് പൂത്ത് നിൽക്കുന്നത്. പിന്നെ എൻ്റെ ആ കുട്ടിക്കരിയാപ്പെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിക്കരിയാപ്പിൻ്റെ അമ്മ കരിയാപ്പാണ് നിൽക്കുന്നത്. കണ്ടോ, അത് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് അതിന് പൊടി ഇലയെല്ലാം വന്നത്. അപ്പോൾ നന്നായിട്ട് ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ന് എൻ്റെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോയുമായി ഞാൻ വരാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി.